ഇത്രയും നല്ലൊരു റിസോർട്ട് കാസർഗോഡുള്ളത് എനിക്ക് അറിയില്ലായിരുന്നേ. ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് എത്തിയത്. നല്ല തണുപ്പുണ്ടായിരുന്നു ആ ഒരു സമയത്തെ. രാവിലേക്ക് ആകുമ്പോഴത്തേക്കും ഫുൾ ഗ്രീനറി ആയിട്ട് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഫുള്ള് മരങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിസോർട്ടിന് ഇത്രയും എടുത്തു പറയുന്നത്. ഇത് മുന്നാടുള്ള സാൻഡൽ മിസ്റ്റ് റിസോർട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. ഞങ്ങളൊരു എൻഗേജ്മെൻറ്റ് മേക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്. ബ്രൈഡിൻ്റെ പേര് വർഷയാണ്. അപ്പോൾ വർഷയുടെ ഡ്രസ്സ് ലെഹങ്ക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെഹങ്കയായിരുന്നു. അതിനനുസരിച്ചുള്ളൊരു മേക്കപ്പ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് വേണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എയർ ബ്രഷ് മേക്കപ്പാണ് കേട്ടോ ചെയ്തത്. പിന്നെ ആളുടെ ഫ്രണ്ടിനും കൂടെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനും കൂടെ പോയി. വർഷയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ അടുത്തോണ്ട് വരുമ്പോഴത്തേക്കും ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വർഷേനെ. പിന്നെ ഫോട്ടോഗ്രാഫറായിട്ട് പമ്മുവാണ് വരുന്നത്. പിന്നെ വേറൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറും കൂടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ എൻ്റെ ഒരു ഫോളോവറും കൂടെ ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക്. ശരിക്കും അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അത് കുടിച്ചു. അതിൻ്റെ ഇടയിലാണ് ഞാൻ അവർ ഡെക്കറേറ്റ് ചെയ്ത് നോക്കുന്നുണ്ടായത്. നല്ല രസമുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തത്. മലബാർ ഡെക്കറേറ്റേഴ്സാണ് ചെയ്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച്. ബൈ.